സിനിമയ്ക്കൊരു വസന്തകാലം എന്ന് പറയാം. എമ്പുരാൻ വന്നു, നല്ല കളക്ഷൻ, ഇപ്പോൾ തുടരും വരുന്നു. ഈ വർഷം എടുത്തു നോക്കുമ്പോൾ തുടക്കം മുതൽ സിനിമയ്ക്കൊരു വസന്തകാലം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുടെ ഒരു വർഷമായിട്ടാണ് ഇതിനെ തിയേറ്ററിൽ കാണുന്നത്. എമ്പുരാൻ വന്നു, അതിൻ്റെ പുറകെ ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസ്, ഇപ്പം വളരെ ഗംഭീരമായി തുടരും. ഈ ചിത്രങ്ങളെല്ലാം കൂടെ ചേർന്ന് തിയേറ്ററുകളിൽ തീർച്ചയായിട്ടും ഒരു വസന്തകാലം തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. വളരെയധികം പ്രതീക്ഷയോടെയാണ് തിയേറ്ററുകാർ ഈ ഒരു സീസണെ നോക്കിക്കാണുന്നത്. പിന്നെ എമ്പുരാൻ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഒരു അഭിമുഖം തന്നിരുന്നു, തിയേറ്ററുകാരുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന്. അത് ഏകദേശം സത്യമായി തന്നെ ഫലിച്ചെന്നുള്ളതാണ്. എമ്പുരാൻ തിയേറ്ററുകാരുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഇപ്പോൾ തുടരും വന്നു. അതിനേക്കാൾ ഗംഭീരമായിട്ട് തിയേറ്ററുകാരുടെ മനസ്സിലിരിക്കുന്ന രീതിയിൽ തന്നെ തിയേറ്ററുകാരുടെ പ്രതീക്ഷ പോലെ തന്നെ പണ്ടത്തെ ആ ദൃശ്യത്തിൻ്റെയും പുലിമുരുകത്തിൻ്റെയൊക്കെ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കത്ത രീതിയിൽ ഒരു വൻ കളക്ഷനിലേക്കാണ് തുടരും പോകുന്നത്. അത് അനിയന്ത്രിതമായി ജനങ്ങളാണ് തിയേറ്ററിലേക്ക് വരുന്നത്. വർഷങ്ങളായി സിനിമ കാണാത്ത 7-8 വർഷം കൊണ്ട് തന്നെ ഈ മിനി സ്ക്രീനിൽ മാത്രം പടം കണ്ടുകൊണ്ടിരുന്ന ജനത്തെയാണ് തിയേറ്ററിൽ കൂട്ടത്തോടെ രഞ്ജിത്തും തരുൺമൂർത്തിയും മോഹൻലാലും കൂടെ ആവാഹിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലുള്ള രഞ്ജിത്തിൻ്റെ, ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലുള്ള തരുൺമൂർത്തിയുടെ, പ്രധാന നടൻ എന്നുള്ള രീതിയിലുള്ള മോഹൻലാലിൻ്റെ, പിന്നെ ആ ടോട്ടൽ ക്രൂവിൻ്റെ ഒരു ഹാർഡ് വർക്കിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ദൈവം കൊടുത്തു എന്ന് വേണ്ട പറയാൻ. തീർച്ചയായിട്ടും ഒരു ഗംഭീര സംഭവം തന്നെയാണ്. ഒരു 10-15 വർഷത്തിനിപ്പുറം മലയാളികൾ കൂട്ടത്തോടെ ആഘോഷിക്കുന്ന ഒരു ചിത്രമായി തുടരും മാറി. ഇനിയും ഏകദേശം അങ്ങനെ ഈ ഒരു ആരവം ഈ വെക്കേഷൻ കഴിയുന്നിടം വരെയെങ്കിലും മിനിമം നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ ഈ തുടരും വെച്ച തിയേറ്ററുകാരൊന്നും ഏകദേശം മെയ് ലാസ്റ്റ് വരെ വേറെ ഒരു പടങ്ങളും ചാർട്ട് ചെയ്തിട്ടില്ല. മെയ് 30 വരെ വേറെ ഒരു പടങ്ങളും ചാർട്ട് ചെയ്തില്ല. കാര്യം ചാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഫുൾപ്പം സാധാരണ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് ഒരു ഹോളിഡേ കഴിഞ്ഞിട്ട് അടുത്ത വർക്കിംഗ് ഡേയിലോട്ട് മാറുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ഇരിപ്പിരിക്കും. ഇതങ്ങനല്ല. ഓരോ ദിവസവും കളക്ഷൻ കയറി വരുക. ഏകദേശം ഞായറാഴ്ചയിലത്തെ കളക്ഷൻ തന്നെ അതുപോലെ, അത്രയും തന്നെ ഇല്ല എന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച അതുപോലെ നിൽക്കുക, ഇന്നും ഏകദേശം അതുപോലെ തന്നെ നിൽക്കുക കളക്ഷൻ. ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ മറ്റൊരു പുലിമുരുകനാകും ഈ തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരത്തെ അന്ന് എന്നോട് പറഞ്ഞ ഒരു സാധനം കറക്റ്റാണ്, എല്ലാ ബാധ്യതകളും തീർക്കും എമ്പുരാൻ എന്ന് പറഞ്ഞ്. അന്ന് ആളുകൾ അത് കളിയാക്കുന്ന നിലയ്ക്കാണോ എന്ന് വരെ സംശയം പ്രവേശിച്ചു. അത് സത്യസന്ധമായിരിക്കുന്നു. ഇനിയിപ്പോൾ കിട്ടുന്ന ബാധ്യതയും തീർന്ന് ഇനി എന്തൊക്കെ നമുക്ക് പുതിയ സംരംഭം എന്തെങ്കിലും തുടങ്ങാനുള്ള വകയിലേക്ക് തുടരും എത്തിക്കുമല്ലേ? തീർച്ചയായിട്ടും. അതായത് തിയേറ്ററുകാരൻ്റെ സാമ്പത്തിക ഭദ്രത അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കുന്ന പടമായിരിക്കും തുടരും. അതിന് സംശയമൊന്നുമില്ല. കാര്യം ബാധ്യതകളൊക്കെ തീർന്ന് ഒരല്പം സാമ്പത്തിക ആശ്വാസത്തോടെ തിയേറ്ററുകാരനെ കാണുന്ന ഒരു സമയമായിരിക്കും ഈ വരാൻ പോകുന്ന ഒരു 2 മാസം. ഞങ്ങളെ സംബന്ധിച്ചോളം ഇനിയൊരു 2-3 മാസത്തേക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ചിത്രത്തോടെ പരിഹരിക്കപ്പെട്ടു. ഈ സിനിമകൾ നല്ലതാണെങ്കിൽ പ്രഷർ എത്തുന്നു. പണ്ടും താങ്കൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കയറും. നല്ല കഥ വേണം. ആ കഥ ഉണ്ടെങ്കിൽ ആളുകൾ, നല്ല മേക്കിംഗ് വേണം. എല്ലാം അന്ന് പറഞ്ഞ എനിക്ക് ഓർക്കുന്നുണ്ട്. വലിയ വിവാദങ്ങൾ നിൽക്കുന്ന സമയത്ത് അത്തരം കഥകൾ വരാത്തത് കൊണ്ട് തന്നെയാണ് സിനിമകൾ പരാജയപ്പെടുന്നത് അല്ലേ? ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, ഒരു ചിത്രം സിനിമാ തിയേറ്ററിൽ ആസ്വദിക്കുന്ന പ്രേക്ഷകനെ മുന്നിൽ കണ്ട് ആ ഡയറക്ടർ പടം എടുക്കണം. ആ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകനായിരിക്കണം ഓരോ നിർമ്മാതാവിൻ്റെയും മനസ്സിൽ. അല്ലാതെ OTTക്കാർ കൂട്ടിവെച്ചിരിക്കുന്ന കാശിൻ്റെ കനമായിരിക്കരുത് നിർമ്മാതാവിൻ്റെ മനസ്സിൽ കയറുന്നത്. കാര്യം നിർമ്മാതാവ് ഒരു തികഞ്ഞ കലാകാരനായിരിക്കണം. ഒരു മാക്സിമം അർപ്പിത ബുദ്ധിയോടെ സിനിമയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനായിരിക്കണം. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ തന്നെ നോക്കാം. രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിലും പ്രീ പ്രൊഡക്ഷനിലും ഷൂട്ടിങ്ങിലും 100% അറ്റൻഡൻസാണ് രഞ്ജിത്തിന്. ഒരു ദിവസം പോലും പുള്ളി സെറ്റിൽ നിന്നോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡബ്ബിങ് സ്ഥലത്തു നിന്നോ മാറി നിന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ സിനിമ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം, ഇല്ലേ അത്രത്തോളം കൃത്യതയോടെ ഉണ്ടാകണം എന്നുള്ള പുള്ളിയുടെ നിർബന്ധമാണ് ഈ ചിത്രത്തിൻ്റെ പിന്നിലെ പ്രധാന വിജയ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സംവിധായകൻ OTT എന്നുള്ള മാധ്യമത്തെ കണ്ടല്ല പടം എടുത്തിരിക്കുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിന് പുറത്തുള്ള ബിസിനസ്സിനെ പറ്റി പുള്ളി ആലോചിച്ചിട്ട് പോലുമില്ല. കാര്യം ഒരു സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത് അത് പ്രേക്ഷകൻ കണ്ട് വിലയിരുത്തുമ്പോഴാണ്. സിനിമ ആസ്വദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ മമ്മൂക്ക പല സമയമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറയുന്നത് സിനിമ തിയേറ്ററിലേക്കുള്ളതാണ്. അപ്പം ആ ഒരു കലാബോധത്തോടെ, ആ ഒരു സൃഷ്ടിയോടെ, ആ ഒരു ഇതിലൂടെ വ്യൂയിലൂടെ പടം എടുക്കുന്ന ഏത് സിനിമയും വിജയിക്കുന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
കാര്യം തിയേറ്ററിൽ സിനിമ കാണുന്ന പ്രേക്ഷകനായിരിക്കണം ആ നിർമ്മാതാവിൻ്റെ, സംവിധായകൻ്റെ, പ്രധാന നടൻ്റെ, ഇല്ലെങ്കിൽ ആ ചിത്രത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ അതിൻ്റെ പ്രതിഫലനമാണ് ഈ തിയേറ്ററിലുണ്ടായിരിക്കുന്നത്. തുടർന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാണ്, OTTക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സാധനം പോലും അതിനകത്തില്ല. അതിൻ്റെ ആ വിഷ്വൽസും ഈവൻ അതിൻ്റെ ആ സൗണ്ട് റെക്കോർഡിങ്ങും അതിൻ്റെ കളർ ഗ്രേഡിങ്ങും അതിൻ്റെ ആ പെർഫോമൻസും ഒക്കെ തിയേറ്ററിൽ വരുന്ന ഓരോ പ്രേക്ഷകരെയും തരുൺ മൂർത്തി മനസ്സിൽ കണ്ടെടുത്ത ചിത്രമാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. അത് തന്നെ ഈ ചിത്രത്തിൻ്റെ വിജയം. അപ്പോൾ ഓരോ മനുഷ്യരും, ഓരോ നിർമ്മാതാക്കളും, ഓരോ നടന്മാരും, ഓരോ സംവിധായകരും തിയേറ്ററിൽ സിനിമ കാണുന്ന പ്രേക്ഷകനെ മുന്നിൽ കണ്ട് സിനിമ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെ സിനിമ എടുത്താൽ വിജയം ഉണ്ടാവും, തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും, അതിന് സംശയമൊന്നുമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.